നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോട് നാലാമത്തെ വീഡിയോയുമായി വന്നു. അദ്ദേഹം ആദ്യം ഒരു വീഡിയോ ഇറക്കി, രണ്ടാമതിറക്കി, മൂന്നാമതിറക്കി. ഫ്രണ്ട്സാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നു. പക്ഷേ ജൻസികളെ അടിച്ചൊതുക്കാൻ ഉപയോഗിച്ച ആ പ്രയോഗം ഇവിടെ കാണുന്നില്ല. ആ പോലീസുകാർ എന്താണ് ചെയ്തതെന്നും ഇവിടെ പറയുന്നില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. पद्धति इसके लिए हम लगातार एक के बाद एक कदम उठा रहे हैं. टास्क फोर्स की रचना हो, राज्यों के सुझावों को ध्यान में लेना हो, हर राज्य और केंद्र सरकार इस प्रकार की पेपर लीक की परेशानी झेल रहा है. രാജ്യത്ത് 22 ലക്ഷം കുട്ടികളുടെ ഭാവി തുലാസിലായപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരുപാട് വേദനിച്ചു. നല്ലത് തന്നെയാണ്. രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളെക്കുറിച്ച് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഓർക്കുന്നത് എന്നും നല്ലത് തന്നെയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരു മാധ്യമങ്ങളുടെ മുന്നിലും വന്ന് അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാണ് അറിയാൻ വയ്യാത്തത്. വർഷം 12 കഴിഞ്ഞു. ഇന്നേ വരെ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു പത്രത്തിനും അല്ലെങ്കിൽ ഒരു TV ചാനലിനും ഒരു ഇൻ്റർവ്യൂവും ഇന്നേ വരെ നൽകിയിട്ടില്ല. അതിൽ അദ്ദേഹം വളരെ ഭാഗ്യവാനാണ്. കാരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജന്തർ മന്ദിറിൽ നടന്ന ഈ പ്രക്ഷോഭം. അതായത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയധികം ക്രൂരമായ നടപടികളാണ് അവിടെ അരങ്ങേറിയത്. ഈ 22 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷ എവിടെ പോയി? ഇതിൻ്റെ ഫലങ്ങൾ എവിടെ പോയി? ഒരു പേപ്പറിന്, ഒരു ചോദ്യ പേപ്പറിന് വിറ്റത് 28 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ചോദ്യ പേപ്പർ, അതായത് നീറ്റ് പരീക്ഷയുടെ പേപ്പർ വിറ്റത് 28 ലക്ഷം രൂപയ്ക്ക്. ഇവിടെ വലിയ ബിസിനസ് നടന്നു. ഇതിനു മുമ്പും ഒരുപാട് ചോദ്യ പേപ്പറുകൾ ഇതുപോലെ ചോർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല. ഇവിടെ സംഭവിച്ചത് വിൽക്കുകയായിരുന്നു. ആ വിറ്റ പണം ഇവർ എന്ത് ചെയ്തു? പ്രധാനമന്ത്രി വലിയ നടപടികൾ സ്വീകരിച്ചു എന്ന് അദ്ദേഹം വീഡിയോയിലൂടെ പറയുന്നു. രാജ്യത്ത് ഭരണപക്ഷത്തിരിക്കുന്നവർ ഇതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം. ഈ കുറ്റം ചെയ്തവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം ഈ വീഡിയോയിലൂടെ, നാലാമത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ എന്തെന്നറിയില്ല. ആദ്യത്തെ ഒന്നോ രണ്ടോ വീഡിയോകളിലൊക്കെ അദ്ദേഹം വലിയ ദുഃഖിതനായാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇവിടെ പാറ്റകൾ, അതിനെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിലിരിക്കുന്ന ജഡ്ജിയുടെ വായിൽ നിന്ന് വന്ന ഒറ്റ വാക്ക് എത്ര നീചമായ ഒരു വാക്കായിരുന്നത്. പാറ്റകളോട് ഉപമിച്ചാണ് ഈ പുതിയ തലമുറയെ, അതായത് ന്യൂ ജനറേഷനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതായത് ഞങ്ങളുടെ സമയം പാഴാക്കാനില്ല. ആ വാക്ക് ഇന്ന് രാജ്യത്തിൻ്റെ ഒരു മന്ത്രിയുടെ, അതായത് ആ പദവി വഹിക്കുന്ന, വിദ്യാഭ്യാസത്തിൻ്റെ പദവി വഹിക്കുന്ന മന്ത്രിയുടെ രാജിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. ഒറ്റ വാക്ക്. അതിന് അവർ ഉപയോഗിച്ച മാർഗങ്ങൾ വളരെ നീചമായിരുന്നു. എന്തെന്നാൽ പെൺകുട്ടികളെ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ നോക്കാതെ അവർ നീചമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ടിയർ ഗ്യാസ് ഉപയോഗിച്ചു, പെല്ലറ്റുകൾ ഉപയോഗിച്ചു. ഇവിടെ വളരെ രസകരമായ കാര്യം, ഈ ന്യൂ ജനറേഷൻ ജെൻസി പിള്ളേർ ചെയ്ത കാര്യങ്ങൾ ചിലതെല്ലാം കണ്ടാൽ നമുക്ക് അറിയാതെ ചിരി വന്നു പോകും. അതായത് നാം വീഡിയോയിൽ കണ്ടതാണ് ഈ പറയുന്നത്, നേരിട്ട് പോയിട്ടല്ല, വീഡിയോയിൽ കണ്ട കാര്യമാണ്. ടിയർ ഗ്യാസ് അവർ കത്തിച്ചിട്ട് എറിയുകയാണ് ഉണ്ടായത് പോലീസുകാർ ഈ കുട്ടികൾക്ക് നേരെ. ആ ടിയർ ഗ്യാസിനെ അവർ എടുത്ത് പോലീസിനിടയിലേക്ക് വലിച്ചെറിയുന്നു. ആലോചിച്ച് നോക്കണം. തീർന്നില്ല. അവരെ മറച്ചു നിർത്താൻ, അതായത് അവരൊരിക്കലും ഈ ഭാഗങ്ങളിലേക്ക്, പോലീസ് നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ബാരിക്കേഡുകൾ വെച്ചു. ഈ ബാരിക്കേഡുകൾ വലിച്ചെടുത്ത് വാഹനമായി ഉപയോഗിക്കുന്നതാണ് കണ്ടത് പിള്ളേർ. അതിൻ്റെ മേളിൽ കയറി നിന്ന് കുറച്ച് പേര് കയറി നിൽക്കുന്നു, മറ്റു കുറച്ച് പേർ അതിനെ ഉന്തിക്കൊണ്ടു പോകുന്നു.
എത്ര രസകരമായ കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ ഹൃദയം പൊള്ളിക്കുന്ന ചില വീഡിയോകളും അവിടുന്ന് നാം കാണാൻ ഇടയുണ്ടായി. ഇനി ഒന്ന്, കൂട്ടത്തിൽ പോലീസുകാരൻ തല്ലുന്നതിന് വേണ്ടി കൂട്ടത്തിൽ നിൽക്കുകയാണ്. ഈ ജനക്കൂട്ടങ്ങൾ ഈ കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ മറ്റൊരുത്തൻ ഇതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ആ വിരുദ്ധൻ പുള്ളിക്കാരൻ്റെ തലയിലിരിക്കുന്ന തൊപ്പി എടുത്ത് വെച്ചുകൊണ്ട് കൊണ്ടുപോയി. അതാണ് അവിടെ വേറൊരു വിഷയം. അതിലും മറ്റൊന്ന്, ഇവരെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ജലം ചീറ്റുകയാണ് വളരെ ശക്തിയായി. അപ്പോഴും ഈ കുട്ടികൾ ചെയ്യുന്നത് എന്താ? അവിടെ നൃത്തം കളിക്കുകയാണ്. മറ്റ് സമരങ്ങളിലെല്ലാം നാം കണ്ടിട്ടുള്ളത് അവർ ഓടി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇതിന് നൃത്തം ചെയ്യുന്നു, അതിനെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇതിലും രസകരമായ മറ്റൊരു കാര്യം, ഒരു നല്ലൊരു തെളിവ്, അതായത് ഒരിക്കലും മറയ്ക്കാൻ പറ്റാത്ത ഒരു തെളിവ്. ഈ കുട്ടികളെ അടിച്ച് ഓടിക്കുന്നതിന് വേണ്ടി ആണി തറച്ച ലാത്തിയുമായി പോലീസുകാർ വരുമ്പോൾ പലരും പല ചോദ്യങ്ങളിലും ചോദിക്കുന്നത് കേൾക്കാമായിരുന്നു. അതല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ കാണുന്നുണ്ടായിരുന്നു. പറഞ്ഞതെന്താ? പോലീസ് എവിടെയാണ് ലാത്തി ചാർജ് നടത്തുമ്പോൾ അതിൽ ആണി തറച്ചതെന്ന് കണ്ടു നോക്കൂ. ഒരു പയ്യന്റെ മുഖത്തും മുതുകത്തും ശരീരം ആസകലം ആണി കൊണ്ടടിച്ച പാടുകൾ. അതായത് ലാത്തിയിൽ ആണി അടിച്ച് ആ ആണി കൊണ്ട് ആ പയ്യൻ അടിച്ച ആ വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല, ആ ഫോട്ടോ കാണിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം. അവരും മനുഷ്യരാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ കുട്ടികളെ അടിച്ചോടിക്കാൻ പോലീസ് ലാത്തിയുമായി ഓടി വരുമ്പോൾ അവരുടെ മുന്നിൽ ഓടുകയും അതിനെ വീഡിയോ എടുക്കുകയും സെൽഫി എടുക്കുകയും അതും ഒരു ആഘോഷമാക്കി മാറ്റിയ കുട്ടികളാണ് ഇന്ന് ഡൽഹിയിലുണ്ടായിരുന്നത്. ഇവിടെ ഈ കുട്ടികളുടെ പ്രക്ഷോഭം ഒരു മന്ത്രിയുടെ, അതായത് ഈ പദവി വഹിക്കുന്ന മന്ത്രിയുടെ രാജിയിൽ കലാശിച്ചു. അവർ പറഞ്ഞതെന്താ? ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, മന്ത്രിക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, എന്തൊക്കെയോ നിയമങ്ങൾ പാസ്സാക്കാനുണ്ടായിരുന്നു. എന്ത് നിയമം, എന്ത് ചെയ്തു തീർക്കൽ? ഇറങ്ങിപ്പോകുന്നതല്ലാണ് ഉത്തമം. കാരണം ഇനിയും പിടിച്ചു നിന്നാൽ ഈ കുട്ടികൾ ആ രാജ്യതലസ്ഥാനം ഇളക്കി മറിക്കും, ഉഴുതുമറിക്കും. അത് എല്ലാവർക്കും ബോധ്യമായി. ഒരിക്കലും ഈ BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത ഒരു മാറ്റമാണ് ഈ സമയത്ത് ഈ ജെൻസി കുട്ടികളുടെ ഈ സമരത്തിൽ. ഇവിടെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നാണ് കുട്ടികൾ വന്നത്? ആരൊക്കെയോ വന്നു. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ജാതിയോ മതമോ ഒന്നും ഒരു വിഷയമേ അല്ല. ഇവിടെ സംഭവിച്ചത് എന്താ? പിന്നെ മറ്റു ചിലർ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു ഈ ചാനൽ ചർച്ചകളിൽ, പെൺകുട്ടികൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണോ? ഇതാ കണ്ടു നോക്കൂ. ഒരു പെൺകുട്ടി ആ സമരത്തിനിടയിൽ കടന്നു ചെല്ലുമ്പോൾ 2 പോലീസുകാർ 2 വശം നിന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ എവിടെയാണ് പിടിക്കുന്നതെന്ന് കണ്ടു നോക്കൂ. ഈ ശേഷം ആ കുട്ടി തിരിഞ്ഞു പോകുമ്പോൾ പിടിക്കേണ്ടടത്ത് പിടിച്ച് അവളെ തള്ളി വിടുകയും ശേഷം അവർ ചിരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടി തിരിഞ്ഞു നടക്കുമ്പോൾ അവർ ചിരിക്കുകയുമാണ് ചെയ്യുന്നത്. തൻ്റെ വീട്ടിൽ തനിക്കും മക്കളുണ്ട്, പെൺകുട്ടികൾ, ഭാര്യയുണ്ട്, അമ്മയുണ്ട്. ആ പെൺകുട്ടിയെ നീ അങ്ങോട്ട് പോകരുത്, നീ മാറിപ്പോ എന്ന് പറഞ്ഞ് തിരിച്ചു വിടുന്നതിന് പകരം അവളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇതേ പെൺകുട്ടികളെ തിരിഞ്ഞു ഓടുമ്പോൾ അവരുടെ പിൻഭാഗത്ത് ലാത്തി കൊണ്ട് കുത്തുന്നത്. നിങ്ങൾ പറയുന്നു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന്. ബിജെപിയുടെ ചില നേതാക്കൾ പറയുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് സർവ്വസാധാരണമാണ് അത്രേ. ഒരു കലാപം അല്ലെങ്കിൽ ഒരു സമരം നടക്കുമ്പോൾ അതിനെ കലാപമായി പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധി ഈ 2-3 ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാക്ക്, ഒരു ഇഡിയറ്റ് വാക്ക്, ആ വാക്കിനെ പൊക്കിപ്പിടിച്ച് ഇതിലും വലിയ തെറ്റാണ്
ഈ രാജ്യത്ത് ഈ കുട്ടികൾക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്? രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ശരിയല്ലേ? ഈ പെല്ലറ്റ് ഉപയോഗിക്കാൻ പോലീസുകാർക്ക് ആരാണ് അനുവാദം കൊടുത്തത്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷാ ഇതിന് അനുവാദം കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു CRPF ജവാൻ അദ്ദേഹം ഈ പോലീസുകാരോട് പറയുന്നത്, നിങ്ങൾ ചെയ്തോളൂ, എന്തു വേണമെങ്കിലും ചെയ്തോളൂ, ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാമെന്ന്. ഇതും ഒരു പോസ്റ്റായി വന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്രേ, നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. ഇവിടെ ഈ കുട്ടികളെ വലിച്ചഴയ്ക്കുന്നു, റോഡിലിട്ട് അടിച്ച് ചന്നം പിന്നാക്കുന്നു, കച്ചിലടിക്കുന്നത് പോലെയാണ്. അതായത് കച്ചിൽ അടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ അടിക്കുന്നത് പോലെയാണ് ഈ കുട്ടികളെ അടിച്ച് ചന്നം പിന്നാക്കിയത്. ഇവർ രാജ്യദ്രോഹികളാണത്രേ. ഇനി അവരുടെ ആവശ്യം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വയ്ക്കുന്നു. അതിനുപരി ഈ കുട്ടികൾക്ക് നേരെ ഈ അക്രമം അഴിച്ചുവിടാൻ ഈ പോലീസുകാർക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ അവരുടെ തോന്നിവാസം ചെയ്യുന്നതിന് വേണ്ടി അനുവാദം കൊടുത്ത രാജ്യത്തിൻ്റെ മിനിസ്റ്ററെ, ഹോം മിനിസ്റ്ററെ, അദ്ദേഹത്തിൻ്റെ രാജ്യമാണ് ഇതാ വീണ്ടും CJP ലക്ഷ്യമിടുന്നത്. കാരണം അവർ ചോദിച്ച അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞാണ് ഇത് മന്ത്രിയുടെ പക്ഷേ മന്ത്രി രാജിവെച്ചത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമേ അല്ല. ഇതിലൊരു ചർച്ചയുണ്ടാകും, ഒരു ഒത്തുതീർപ്പുണ്ടാകും, മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അങ്ങനെയാണല്ലോ പ്രധാനമന്ത്രി ഇതാ വീണ്ടും 4ാമത്തെ വീഡിയോയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും, ഈ പ്രവൃത്തികൾ ചെയ്തവരെ തുറുങ്കിലടയ്ക്കും, കൽത്തുറുങ്കിലടയ്ക്കും, അതിനുള്ള നിയമനിർമ്മാണം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. നല്ല കാര്യം. കാരണം ഇനിയും ഇതുപോലുള്ള നീറ്റ് പരീക്ഷകൾ നടക്കും, ഇനിയും കുട്ടികൾ പരീക്ഷ എഴുതും. അവരുടെ ഭാവികൾ മാത്രമല്ല, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ലക്ഷോപലക്ഷം മാതാപിതാക്കളുണ്ട്. അവരുടെ അധ്വാനം പാഴായിപ്പോയതിൻ്റെ ദുഃഖമാണ്. ആ കുട്ടികൾ ഉറക്കമൊളിച്ചിരുന്ന് അവരുടെ ഊണും ഉറക്കവുമില്ലാതെ അവർ പഠിച്ച അവരുടെ കഷ്ടപ്പാടുകൾ വേസ്റ്റായി പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് 22 കുട്ടികൾ ആത്മഹത്യ ചെയ്തത്. ഇത് ശരിയാണോ? അപ്പോൾ നമ്മുടെ 24-ൽ ശ്രീകണ്ഠൻ നായരുടെ ചർച്ചയിൽ ഒരു പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കും സങ്കടമാണ് തോന്നുന്നത്. ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, 22 കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ഇതിനെ ശ്രമിക്കപ്പെട്ട എത്രയോ കുട്ടികളുണ്ട്. അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചവർ എത്രയോ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കരുത്. ഇവിടെ ന്യായമായ കാര്യങ്ങൾ CJP ചോദിക്കുന്നു. സമരം ചെയ്തവർക്കെതിരെ എടുത്തിരിക്കുന്ന നിയമ നടപടികൾ അവസാനിപ്പിക്കുക. ഇനി ഇതിന് ഉത്തരവിട്ട മന്ത്രിയുടെ രാജിയാണ് അവർ രണ്ടാമത് ചോദിക്കുന്നത്. ഇനി അടുത്തൊരു തവണ അവർ ഒരിക്കലും ഈ ജന്തർ മന്ദിറിൽ ഇറങ്ങാൻ പാടില്ല. അതായത് സമരത്തിന് വേണ്ടി ഇറങ്ങാൻ പാടില്ല. ഒന്ന് ആലോചിക്കണം, 2 രാജ്യത്ത്, അതായത് ബംഗ്ലാദേശിലും നേപ്പാളിലും ഈ ജൻസികൾ അവർ രണ്ടും കൽപ്പിച്ചിറങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താണ്? ഒരു ഭരണകൂടത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു ആ ജൻസികളുടെ പെരുമാറ്റങ്ങൾ, അവരുടെ സമരമുറകൾ മാറി മറിഞ്ഞത്. ഇവിടെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കരുത്. കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ആർക്കെതിരെയും സംസാരിക്കാം, ആർക്കെതിരെയും സമരം ചെയ്യാം, ഒരു തർക്കവുമില്ല. അതിനു വേണ്ടിയാണ് നാമല്ല, കഴിഞ്ഞുപോയ മുൻ തലമുറ, നമ്മുടെ പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യം. രാജ്യത്ത് അനീതിയും അക്രമവും നടക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുക. സമരം ചെയ്താണ്. കാരണം ഇതിനേക്കാൾ വലിയ കൊള്ളക്കാരായിരുന്നു ബ്രിട്ടീഷുകാർ. അവരെ ഈ മണ്ണിൽ നിന്നും തുരത്താൻ ഈ ഇന്ത്യയിലെ ജനങ്ങൾക്കാകുമെങ്കിൽ, അങ്ങനെ ഒരു അക്രമം രാജ്യത്ത് നടന്നാൽ തീർച്ചയായും അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും. അങ്ങനെ ഒരു വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാടായിപ്പോയി. എന്തെന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, കാരണം ഈ സർക്കാരിൽ യുവജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തെന്നാൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് യുവജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പല വേദികളിലും പ്രസംഗിച്ചത്. അതേ യുവാക്കൾ ഇന്ന് തെരുവിലാണ്. അതേ യുവതികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതേ യുവാക്കൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല.
ഇതിൽ ഒട്ടനവധി വീഡിയോകൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, എത്രയോ വീഡിയോകൾ വന്നു പോകുന്നു. ഇപ്പോഴാണ് ഓരോ വീഡിയോകൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. ഇതൊന്നും മനസാക്ഷിയുള്ള ഒരു മനുഷ്യനെയും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ പറ്റില്ല. അത്രയധികം നീചമായ രീതിയിലാണ് ഈ സമരത്തെ നേരിട്ടത്. ഇനി അങ്ങനെ ഒരു സമരം ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയും പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക് ഇങ്ങനെ രണ്ടും കൽപ്പിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ. കുട്ടികൾ ഈ രാജ്യത്തിന്റെ വാഗ്ദാനങ്ങളാണ്. യുവാക്കളിലാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെന്നും യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു നമുക്ക്. അദ്ദേഹം പറഞ്ഞത് എത്രയോ അർത്ഥവത്തായ വാക്കുകളാണ്. ഈ രാജ്യം യുവാക്കളിലാണ്, ഈ രാജ്യം യുവതലമുറയിലാണ്. വരും തലമുറയാണ് ഇനി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ വെറും കിളവന്മാരല്ല, വെറും കിളവന്മാരല്ല. അവർക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചെയ്തു കൂട്ടാം. യുവാക്കളിലാണ് രാജ്യത്തിന്റെ ഭാവി, യുവാക്കളിലാണ് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ. എന്തെന്നാൽ അവർ എപ്പോഴും മൊബൈൽ ഫോണിലാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇന്ന് ഒരു മന്ത്രി രാജിവെച്ചിറങ്ങിപ്പോയത്. അവർക്കുള്ള അറിവുകൾ എത്രയോ വലുതാണ്. നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് അവരുടെ ചോദ്യങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ആത്മവിശ്വാസം. അതിനെ ഒരിക്കലും ഒരു ഗവൺമെന്റും തല്ലിത്തകർക്കാൻ പാടില്ല, തല്ലിക്കെടുത്താൻ പാടില്ല. ഇനിയും വരുന്ന തലമുറയ്ക്കും ഇങ്ങനെ ഒരു ഗതികേടുണ്ടാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവര് ഇനിയും ഇത്തരത്തിൽ പെരുമാറാതിരിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധാനവും സംതൃപ്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. आप बिना वर्दी के हैं? आपको हाँ एक्सक्यूज मी, हेलो, आप बिना वर्दी के हैं? अरे कैसे मार कैसे रहा है? मार कैसे रहा है? नहीं मारेंगे। ऐसे कौन है? अरे आप जाइए, नहीं मारेंगे। एक वर्दी में क्यों नहीं है? सुनो नहीं मारेंगे, कोई नहीं मारेंगे। मैं वीडियो से एक मिनट, मेरे दोस्त जाइए आप यार, आपको मारने का नहीं गलती से नहीं है, गलती से नहीं है। आपको नहीं मार रहे मेरे भाई। मैंने सवाल किया अब जाइए, अब जाइए। वो कौन है? कोई बात नहीं, आप जाओ। अरे आप जाओ यार, आप जाओ। कौन है वो? पहले आप बताइए ना कौन है। हेलो, हाँ बताइए जाइए। पहले। मैंने तेरे कहा जाइए, समझ नहीं आ रही। चले अरे चले ऐसे, अरे चलना।